ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് യോമനം സീസൺ 3 അഞ്ചാമത്തെ എപ്പിസോഡായിട്ടാണ് ഗൈസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. പിന്നെ നമ്മൾ അൻഫോം വർക്കായിട്ടുണ്ട്. പിന്നെ ബൂട്ട് ഞാൻ ട്രേഡ് ചെയ്ത് വാങ്ങിച്ചു. ഓക്കെ, ഇവിടെയുള്ള വില്ലേജറിൻ്റെ അടുത്ത് പോയാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇവനെ മാസ്റ്റർ ലെവലിലേക്കാക്കി എല്ലാ ആർമറും ഡയമണ്ട് ആർമറും നമുക്ക് ഇവൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ കിട്ടും. ആൻഡ് വാണ്ടോൾക്ക് ചോദിച്ചാൽ ഞാൻ തരാം. പിന്നെ അയണിന് ഞാൻ കുറേ അയണൊക്കെ സെറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ വില്ലേജ് സോംബിക്കാൻ പേര് കൊടുത്തിട്ടുണ്ട്. പണിയൻ തന്നെയാണ് പേര് കൊടുത്തത്. ഓക്കെ, ഇവൻ്റെ അടുത്ത് ട്രേഡ് ചെയ്തു. പക്ഷേ സോഡും ആൻഡ് ഒരു ആക്സും കൂടിയും കിട്ടണം ട്രേഡ് ചെയ്തിട്ട്. ഇവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അയണ ഞാൻ ട്രേഡ് ചെയ്തു. ആൻഡ് ഡയമണ്ട് ഫുൾ ആർമർ ഉണ്ടാക്കിയിട്ട് ആൻഡ് ടൂൾസും സെറ്റാക്കണം. ലൈക്ക് ചെയ്ത് സബ് ചെയ്യുക. ആൻഡ് നമ്മൾ ഹെൽമെറ്റ് സെറ്റാക്കി. ഓക്കെ, ഹെൽമെറ്റ് ഇതാ ഗൈസ്, നമ്മൾ സെറ്റാക്കിയിരിക്കുന്നു ഗൈസ്. ഇനി അടുത്തതിലേക്ക് കിടക്കണം. ഓക്കെ ഗൈസ്, ഇനി ആ ചെസ്റ്റ് പ്ലേറ്റോ ബൂട്ടോ ഉണ്ടാക്കിയ ആ ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും ഉണ്ടാക്കിയ സെറ്റാണ് ഗൈസ്. ഓക്കെ, ആൻഡ് ഈ മരം മൊത്തം ഒന്ന് മുറിച്ചിട്ട് വരാം ഗൈസ്. ഈ മരം പിന്നെ ഞാൻ മുറിച്ചിട്ടുണ്ട് ഗൈസ്. സെറ്റ് അനിയുണ്ട്. കുറേ സാപ്ലിങ് വിടുക. ആൻഡ് ഇതൊക്കെ വളർന്നിട്ട് ഇതും മുറിച്ച് മാറ്റണം. ആൻഡ് കുറേ വുഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, കുറേ വുഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇതെല്ലാം സ്റ്റിക്കാക്കിയിട്ട് ട്രേഡ് ചെയ്യണം. ആൻഡ് നമുക്ക് അതിൻ്റെ പണികളിലൊക്കെ എടുക്കാൻ വന്നിട്ട് നമുക്ക് ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും വാങ്ങണം. ആൻഡ് ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും വാങ്ങിയാൽ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അല്ല, ടൂൾസും കൂടി സെറ്റാക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് അയൺ കൊണ്ടുണ്ട്, അതിനൊന്ന് ട്രേഡ് ചെയ്യണം. ആൻഡ് ഇവൻ്റെ അടുത്ത് വെച്ച് കുറച്ച് അയൺ കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് 5 എണ്ണം വേണമെന്നാണ്. ഓക്കെ, കുറച്ച് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ നമുക്ക് എത്ര എണ്ണം വേണ്ടിയേ? ചെസ്റ്റ് പ്ലേറ്റിന് എത്ര എണ്ണം വേണ്ടിയേ? 26. ലെഗിൻസിന് 28, 26, 28. ഓക്കെ. ആൻഡ് ഇവൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ഷവല് പിക്കാക്സ് ഒക്കെ എൻ്റെ അടുത്തുണ്ട്. ആൻഡ് പണിയൊക്കെ കഴിഞ്ഞ് ആൻഡ് ഇവൻ്റെ അടുത്ത് വന്ന് കുറച്ച് അയണൊന്ന് ട്രേഡ് ചെയ്തിട്ട്. ഓക്കെ, ഇവൻ്റെ അടുത്ത് മറ്റവൻ്റെ അകത്ത് ലോക്ക് ചെയ്ത് 5 ഇത് കൊടുക്കണം. ഓക്കെ, ഇവൻ്റെ അടുത്ത് നിന്നൊരു ചെസ്റ്റ് പ്ലേറ്റ് വാങ്ങാം. യെസ് ഗായ്സ്, ചെസ്റ്റ് പ്ലേറ്റും കൂടി സെറ്റായിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, എന്നിട്ട് ഒരു ലെഗിൻസും കൂടി സെറ്റാക്കിയ സംഗതി സെറ്റായി ഗൈസ്. ഓക്കെ, നമ്മൾ ഫുൾ വെറൈറ്റി ആണ് ഗൈസ്. വെറൈറ്റി നമ്മൾ ട്രേഡ് ചെയ്ത് തന്നെ വാങ്ങിക്കും. ഫുൾ സെറ്റായാണ് ഡയമണ്ട് ആർമർ. ആൻഡ് ബാക്കി എല്ലാവരും മൈൻഡ് ചെയ്തിട്ട് വാങ്ങിക്കോട്ടെ. കുറച്ച് ബുദ്ധി ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഒരു കുറച്ച് വടി വെച്ചിട്ട് ട്രേഡ് ചെയ്തിട്ട് ഇനി എത്രയുണ്ട്? 28 എണ്ണം സെറ്റാക്കിയിട്ട് വേണം. അങ്ങനെ ലെഗിൻസും കൂടി വാങ്ങിയ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ സെറ്റായിരിക്കുന്നു ഗായ്സ്. Yes guys, welcome to Diamond Armor. And നമുക്ക് ബാക്കിയുള്ള 2 ടൂൾസും കൂടി സെറ്റ് ആക്കിയാൽ നമ്മളെ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ വിത്ത് ടൂൾസ് സെറ്റാകും. ആൻഡ് നമുക്ക് ഇപ്പം തന്നെ 2 ടൂൾസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ആക്സ് ഒന്നുണ്ട്, അത് തീരാനായി. അത് മെൻഡിങ് ഇട്ടിട്ട് ഫുള്ളാക്കണം. ആൻഡ് എൻ്റെ ഒരു സോഡും വേണം. ഓക്കെ, അതൊക്കെ ഇപ്പം നമുക്ക് സെറ്റ് ചെയ്യാം ഗായ്സ്. ആൻഡ് നമുക്കൊന്നൊന്ന് നമ്മൾ നോക്കിയിട്ട് വരാം.
നമുക്ക് ഇവിടെ ഒരുത്തനുണ്ട്, കാണിച്ചു തരാം. അവർക്ക് നമുക്കൊന്ന് വടിയൊക്കെ ട്രേഡ് ചെയ്യണം. അതിന് നമുക്ക് അയൺ ഫാമിൽ ഇവിടെയാണ് അയൺ ഫാം ഉള്ളത്. അത് കാണിച്ചത് ഇവിടെ ഒരു എൻട്രൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ആൻഡ് നമ്മൾ മറ്റേ ചോമ്പിനെയൊക്കെ കൊണ്ടുവച്ചിട്ട് എൻ്റെ സ്റ്റോറേജ് ഏരിയ ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ലാവയും കൊണ്ടുവച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കാണിച്ചിരിക്കും തോന്നുന്നു. ഇത് എവിടെയാണ് വന്ന് ഡ്രോപ്പൊക്കെ പോവുക. ആൻഡ് നമുക്ക് പുറമേക്ക് ഒന്ന് പോകാം. ഓക്കെ, പുറമേക്ക് പോയിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് കുറച്ച് എൻ്റെ ഒരു ഫുൾ സെറ്റ് ടൂൾസും സെറ്റാക്കിയിട്ട് കാണാം. പണിപാളി ഗൈസ്, പണിപാളി. ആൻഡ് നമുക്ക് ആക്സ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ആക്സ് ഹൺഡ്രഡ് ഇത് വാങ്ങി വെച്ച് മറ്റേ മോനെ മാസ്റ്റർ ലെവലിലേക്ക് ആക്കിയിട്ട് ഇവനെ മാസ്റ്റർ ലെവലിലേക്ക് ആക്കിയിട്ട് ഇവനെ മാസ്റ്റർ ലെവലിലേക്ക് ആക്കി. പക്ഷെ പിക്കാക്സ് സോഡില്ല. എന്തായാലും സാരമില്ല, 2 ഡയമണ്ട് അല്ലേ, നമുക്ക് എങ്ങനെ ഒപ്പിക്കാം. 2 ഡയമണ്ട് നമ്മൾ വാങ്ങി ഒപ്പിക്കും, അല്ലെങ്കിൽ ആരെ അടുത്ത് എങ്ങനെയും വാങ്ങിയിട്ടൊക്കെ ഒപ്പിക്കാം. അതൊന്നൊരു സീനില്ല. പിന്നെ ഇവൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവൻ്റെ അടുത്ത് നിന്ന് കുറേ ട്രേഡ് ചെയ്തിട്ട് ഇവനെ മാസ്റ്റർ ലെവലാക്കിയിട്ട് ഗോൾഡൻ ക്യാരക്ടർ വേണം. ഓക്കെ, ആൻഡ് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. എൻ്റെ അയൺ ഫാമിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ചെറിയൊരു ബോൺവീലിൻ്റെ സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, എന്തായാലും നേരെ അയൺ ഫാമിൻ്റെ അടുത്ത് പോയിട്ട് ബോൺവീലിൻ്റെ സെറ്റപ്പ് ചെയ്യാം. റൈസ് ഫസ്റ്റ് ഇവിടെ ഒരു പുഴ വെച്ചിട്ട് അവിടെ നമുക്ക് ജസ്റ്റ് വെക്കാം. ആൻഡ് ഒരു ഹോപ്പർ ഉണ്ടാക്കട്ടെ. ഒരു ഹോപ്പർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം. ആൻഡ് ഒരു മറ്റേ സാധനം വേണം, കമ്പൻസ്റ്റർ അങ്ങനത്തെ സാധനം, അതിൻ്റെ പേര് അറിഞ്ഞൂടാ. ആ സാധനം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ആൻഡ് അതിൻ്റെ മുകളിൽ ഒരു ഹോപ്പർ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെസ്റ്റും വെച്ചാൽ ഇഫാം വർക്കായിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഇവിടുന്ന് ആ ഫ്ലവർ എടുക്കുക, ബാക്കി കുറച്ച് ഫ്ലവർ ഇട്ടിക്ക്. ഓക്കെ, ആ ഫ്ലവർ മൊത്തം എടുത്ത് കൈ പിടിക്കാം. ആൻഡ് ഓക്കെ, അയണും എടുത്ത് കൈ പിടിക്കാം. ഓക്കെ, ഏറ്റവും മുകളിലത്തെ ചെസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കണം. തുറക്കാൻ പറ്റും, മുകളിൽ ബ്ലോക്ക്. ആൻഡ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ ബോൺവീലായിട്ട് നേരെ ചെസ്റ്റിൽ വന്നോളും. പിന്നെ ബോൺവീൽ ഫാമിലി ക്ഷാമം ഉണ്ടാവില്ല. ഞാൻ ആൻഡ്രോം വർക്കും ബോൺവീലായത് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അപ്പോൾ ഓരോ